2004 ആവർത്തിക്കും. LDF വലിയ മുന്നേറ്റമാണ്. ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. വയനാട്ടിലും ആനിരാജ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായും വിജയപ്രതീക്ഷയുണ്ട്. സെക്യുലർ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഇന്ത്യ മുന്നണി എന്നുള്ള തരത്തിൽ നിന്ന് അധികാരം കൈയാളുന്നത് പിടിക്കുമല്ലോ. അതിലേക്കാണ് പോകുന്നത്. കാരണം ആദ്യ റൗണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം BJPയുടെ ആത്മവിശ്വാസം കുറഞ്ഞു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി വർഗീയമായ പരാമർശങ്ങൾ നടത്തിയതും. ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊന്നും ഏൽക്കുന്നില്ല കണ്ടിട്ടാണ് ഇപ്പം പച്ചയായ വർഗീയത പറയുന്നത്. അതിന് ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്. വയനാട്ടിൽ പോലും ഈ അവസാന നിമിഷം ചില കിറ്റ് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായാലും അതൊക്കെ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനും കുറേ ഓഡിയോ മെസ്സേജസ് കണ്ടു, ചില റെക്കോർഡിങ്സ്. വ്യാപകമായി പല സ്ഥലങ്ങളിലും കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ ഫോൺ സംഭാഷണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ജനങ്ങൾ ഇത്ര വില കുറച്ച് കാണാൻ പാടില്ല. അങ്ങനെ ഒരു സമ്മാനം വാങ്ങി വോട്ട് ചെയ്യുന്നവരെ ജനങ്ങളാവും. കൃത്യമായി രാഷ്ട്രീയൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ BJPയുടെ പണത്തിൻ്റെ കൊഴുപ്പെല്ലാം ഇതിൻ്റെ കാരണമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിജയപ്രതീക്ഷയില്ലാത്ത കേരളത്തിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. വയനാട് അപമാനിക്കലാണ്.